ഇതെന്ത് ഇനി പെരുന്നാളാവണം അല്ലേ? കച്ചവടം പെരുന്നാളിനല്ല എനിക്ക് കച്ചവടം. എനിക്ക് പുതിയത് വന്ന് കളക്ഷൻ വന്നു കഴിഞ്ഞാലുണ്ട്. ഇത് അച്ഛനെ പോലത്തെ കുട്ടികൾ തന്നെയാ വരുക ഇതിനെല്ലാം ചുരിദാറിനെല്ലാം. അവർക്കല്ലേ ആവശ്യം, നമുക്ക് എന്താ ആവശ്യം? എനിക്ക് ഇങ്ങനത്തെ തുന്നുന്നത് സ്റ്റിച്ച് ചെയ്ത് നമ്മളെ റെഡിമെയ്ഡ് എല്ലാം ഇപ്പോഴത്തെ കുട്ടിയൊക്കെല്ലാം ഇതെല്ലാം പറ്റുള്ളൂ. നമ്മളെ ഇതില് പറ്റൂലല്ലോ. ഇതെല്ലാം തുന്നി തീർന്നി ഇപ്പൊ 2-3 കൊല്ലായി ഞാൻ തുന്നുന്നു. അതല്ലേ. മോളിപ്പോ എവിടെയുള്ള? മോള് ബാംഗ്ലൂർ തന്നെ. മോനിയുടെ ഞാൻ ആ ഷോപ്പിൽ നിങ്ങളെ വീടാ? നിങ്ങളെ വീട് സൂനേന്റെ വീടിന്റെ അപ്പുറം? സൂനേന്റെ അതല്ലേ ഞാൻ ചോദിച്ചത്. അല്ല അതല്ല അല്ലേ, ബീന ഷീല അതിന്റെ അപ്പുറം വീട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് വലിയ പണ്ടത്തെ ബാക്കിൽ ഇപ്പുറത്തെ ഭാഗത്ത് കണ്ടിയുള്ള മുമ്പിലും കണ്ടിയാ? മുമ്പില് ഗേറ്റ്. അപ്പൊ ബാക്കിലെ വഴിയുണ്ടോ? ബാക്കിലെ വഴി നമ്മള് മുട്ടിച്ചളഞ്ഞിനെ അവര് നല്ല ഇങ്ങനത്തെ കട്ടില് പോലത്തെ കണ്ടിയാണ്. ഇരിക്കാൻ പറ്റിയ ഇരിക്കാനും കിടക്കാനും ഉറക്കാനും എല്ലാം പറ്റിയ. അപ്പൊ നമ്മൾക്ക് കണ്ണെത്തൊന്നുമില്ല. അങ്ങ് പാതിരക്കും പൊളിച്ചക്കല്ല കള്ളുകൂടിയന്മാരെല്ലാം വന്ന് കിടക്കും കള്ളു കുടിക്കലും ചെയ്യുന്നതായിട്ട് അത് അവിടെ ഗേറ്റ് വെച്ച് മുട്ടിച്ചളഞ്ഞു. കൂട്ട് ലോക്ക് ഇട്ടാണ്. ആ പറമ്പത്ത് ഒറ്റ വീടാ? അതെല്ലാം പാർട്ടീഷൻ വെക്കണ്ടേ അപ്പൊ. അതല്ല. പിന്നെ നിങ്ങളെ ഒരു മിസ്സസ് ദാസിന്റെ ആരംഗം കഴിച്ചതുണ്ടോ? നിങ്ങളെ ആങ്ങളി തന്നെയാ? നിങ്ങളെ ഭർത്താവിന്റെ അനിയൻ മിസ്സസ് ദാസിന്റെ മോളെ കഴിച്ചത്? മറ്റേ അവിടെ മെഡിക്കൽ ടീച്ചറാ? ഏടത്തിയമ്മ അത്? അല്ല എനിക്കറിയാം. അതല്ല മെലിഞ്ഞിട്ടല്ലേ? മെലിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകുമ്പോ ഞാന് ഇവിടെ ഒരു സ്ഥലത്ത് പോക്കില്ല. എന്റെ മോൻ എന്നെ എടിയിലോ കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു ബാ നമുക്ക് എടത്തിയമ്മേന്റെ അടുത്ത് പോകാന്ന്. ഞാൻ പറഞ്ഞു മോനെ സന്ധ്യ ഇല്ലൂറാടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പോയിട്ടില്ല. എടത്തിയമ്മേനെ എങ്ങനെയാന്നറിയാം? പിന്നെ ചാലാട്ടമ്പലത്തിൽ ഓരോ ഭർത്താവ് ഓരോ ഭർത്താവ് മലക്ക് പോവില്ലേ? അന്നേരം ഞാന് നമ്മളെ വീട്ടിൽ നിന്ന് ആള് പോക്കുണ്ട്. അപ്പൊ ഞാനവിടെ അപ്പ അങ്ങനെ പരിചയപ്പെട്ട. എന്റെ അടുത്തപ്പോ ചോദിച്ചു ഇല്ല എനിക്കറിയാം. ഓ നിങ്ങളെ ഏട്ടനെ അറിയാം. ഏട്ടനെ അറിയുന്നോണ്ട് മമ്മി ഉള്ളേരോ നമ്മളെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാരും പോകും, എല്ലാരും ഒത്തുകൂടും. പിന്നെ ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലേ പോക്കുള്ളൂ. അത്യാവശ്യം ഉണ്ടെങ്കിലേ പോകുള്ളൂ. പിന്നെ അവർക്ക് എവിടെയെങ്കിലും പോകാനും ഉണ്ടാവും. അതല്ലേ എപ്പോ ഉണ്ടാവില്ല. മോനില്ലല്ലോ, മോന് ബാംഗ്ലൂർ തന്നെ. അപ്പൊ ഇവർ രണ്ടാളും കാണുവോ? മോളും മോനും? ഇല്ല, കാണൂല. ഇത് നമ്മളിത് കണ്ടാലും മുണ്ടൂല അങ്ങനത്തെ മോളല്ലേ? 2 മക്കളും, ഒരാളെ അച്ഛനും ഒരാളെ വൈദ്യാപ്പയില്ല മുണ്ടുമെല്ലാം. പിന്നെ വേറെ ഞാൻ നിങ്ങളെ അങ്ങനെ ഇത് കണ്ടിട്ടില്ല. അല്ല ഞാൻ നിങ്ങളെ അങ്ങനെ വരുന്നുണ്ടിനി. ഞാൻ അങ്ങ് ആ ഷോപ്പിലുണ്ടായിനി, അപ്പുറത്തെ ഷോപ്പിൽ ഞാൻ ഉണ്ടായിനി. അപ്പൊ നിങ്ങൾ ആ ഹോട്ടലിന്റെ സൈഡിലേക്ക് കൂടിയല്ലേ വന്നേ? നടക്കാൻ കഴിയുന്നില്ലടി, പുറത്തിറങ്ങുന്നില്ലല്ലോ. ഇവർക്ക് ഇടയിലെ കൂടി ഇപ്പുറം തൊക്കി ഇതിലേ വരണ്ടോ ഇത് വരെ എന്തിനാന്ന് വന്നേന്ന് വിചാരിച്ച എൻ്റെ വിചാരം മനസ്സിൽ
നീയോ നിൻ്റെതോ എന്നൊന്നും എനക്കറിയില്ല. എനക്കൊരു തുന്നപ്പിടി അത് ഓർമ്മ വന്നത്. അപ്പോ എൻ്റെ ചുരിദാറിൽ ഇത് പാൻറ് ഇടാണ്ട് വെച്ചിട്ട് നല്ല പാൻറ്റാണ്, എലാസ്റ്റിക്കാണ്. എൻ്റെ നാടയല്ല, എലാസ്റ്റിക് ഇളകിയിട്ടില്ല, ലൂസായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ വലിക്കുമ്പോൾ ഇങ്ങനെ മുറുക്ക് പോലെ ഇങ്ങനെ വലിയുന്നു. എന്നിട്ട് ഞാൻ എന്താക്കി അതെല്ലാം അയച്ചെടുത്ത്, അപ്പോൾ അതിനെ എലാസ്റ്റിക് വെക്കണ്ടേ രണ്ട്, എന്നാലേ അതിൻ്റെ മേലത്തെ ഇടാൻ അങ്ങനെ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ഇതിപ്പോൾ എലാസ്റ്റിക് ഇടുമല്ലേ വേണ്ട, അതിൻ്റെ പൈസയല്ലേ കൊടുക്കണ്ടു. അങ്ങനെ നോക്കട്ടെ ഇത് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ മിഷനിലുണ്ട്. കണ്ണ് കാണുന്നില്ല ഇപ്പോൾ എനിക്ക്. നീ കണ്ണിനെന്തിനാ ഇത് വെച്ചിന് കണ്ണട? ഏത് ഡോക്ടറെ കാണിച്ചു? എനിക്ക് അലർജി, പൊടി തുണീൻ്റെ പൊടി മാറുമ്പോൾ അലർജി ആയിട്ടുള്ള അനക്ക് വയസ്സായ കണ്ണ് കാണാതെ. പിന്നെ ഷുഗർ ഉണ്ടല്ലോ. എനിക്ക് ഷുഗർ ഉണ്ട്. എനിക്ക് ഷുഗറും പ്രഷറും എല്ലാം ഉണ്ട്. പക്ഷാതം വന്നേരേ എനിക്കുണ്ട്, എല്ലാ അസുഖവും ഉണ്ട്. അതുകൊണ്ട് പിന്നെ കണ്ണട വെക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ പോയിനേടാ ചെട്ടിപ്പിടിയൊക്കില്ല ഒരു ഹോസ്പിറ്റൽ, അവിടെ കൊണ്ടുപോയിട്ട് 50,000-55,000 എടുത്ത് ടെസ്റ്റെല്ലാം ചെയ്ത്